അമ്മൂമ്മയുടെ ചക്കരമകളെല്ലാം ഓടി വന്നേ. ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ. നമുക്കിനി നന്നായിട്ട് ചാടി മറിഞ്ഞ് കളിക്കാം. പിന്നെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും വീട്ടിലൊക്കെ ആരൊക്കെ പോകുന്നുണ്ട്? ആ, എല്ലാവരും കുറേ കൂടുതൽ പേര് പോകുന്നുണ്ടല്ലോ. ആഹാ, പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ അവധിക്കാലത്ത് തീരുമാനിച്ചിട്ടുള്ളത്? ഏത് നേരവും ടി വിയുടെ മുമ്പ് ഇരിക്കരുത് കേട്ടോ. മൊബൈലും കൂടുതൽ ഉപയോഗിക്കരുത്, അറിയാമല്ലോ. അതുകൊണ്ട് പാവകളെല്ലാം വന്നേ, നമുക്ക് ഒരു കഥ കേട്ടിന്നുറങ്ങിയാലോ? ഒരു കുഞ്ഞു കഥ. ശരി, കേട്ടോളൂ. ഒരിടത്ത് ഒരു ഈച്ചയും പൂച്ചയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. വാവകൾക്ക് ഒരുപാട് കൂട്ടുകാരില്ലേ, ഫ്രണ്ട്സൊക്കെ ഇല്ലേ? എല്ലാവരുമായിട്ട് നല്ല സഹകരിച്ച് പോകാറില്ലേ? നല്ല കളിച്ച് രസിച്ച് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും നമ്മളെപ്പോഴും അവരുമായിട്ട് കളിച്ച് രസിച്ച് നടക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ഈച്ചയും പൂച്ചയും നല്ല കളിച്ച് രസിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അവരെന്നും വെളിയിൽ പോയി കാട്ടിൽ നിന്നും അവർക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ പേടിച്ച്, ഈച്ച അതിന് വേണ്ട ആഹാരവും പൂച്ച എലിയും അതുപോലുള്ള മറ്റ് ഇതൊക്കെ കഴിച്ച് നടക്കുകയായിരുന്നു. ഒരു ദിവസം അവർ വീട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു, നമ്മളെന്നും വെളിയിൽ പോയല്ലേ കഴിക്കുന്നത്, നമുക്കിന്ന് ഇവിടുന്ന് കഴിച്ചാലോ സുഹൃത്തേ? ആ, നല്ല ഐഡിയ. പക്ഷെ നമ്മളെങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? അതൊന്നും നീ പേടിക്കേണ്ടെന്നേ, ഞാൻ കൊണ്ടുവരാം എന്ന് പൂച്ച പറഞ്ഞു. പൂച്ച എന്ത് ചെയ്തെന്നറിയാവോ? നേരെ പോയി ഒരു കുഞ്ഞു കലവും കുറച്ചരിയും വെള്ളവും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഈച്ച ചോദിച്ചു, ഇനി നമുക്ക് അടുപ്പുണ്ടാക്കണ്ടേ? അതിനെന്താ, നീ കുറച്ച് ചുള്ളി കമ്പുകളൊക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നേ, ഞാനിവിടെ അടുപ്പ് റെഡിയാക്കാം. രണ്ടുപേരും കൂടെ അടുപ്പൊക്കെ റെഡിയാക്കി ചെറുതായിട്ട് തീയൊക്കെ കത്തിച്ച് അരിയെല്ലാം അടുപ്പിലിട്ടു. ഇപ്പം പൂച്ച പറഞ്ഞു, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, നിനക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. ശരി ശരി. എന്നിട്ട് അവരിങ്ങനെ മുകളിലിങ്ങനെ വട്ടമിട്ട് പറന്നു. ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ, കഞ്ഞി റെഡിയായല്ലോ, ഇനി നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. നമ്മൾ ദേഹമൊക്കെ വേർതിരിക്കുകയല്ലേ നമ്മൾ ജോലി ചെയ്ത്, നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. ശരി. എനിക്കിനി കുളിക്കാനൊന്നും വയ്യ, ഞാൻ ജോലി ചെയ്തില്ലല്ലോ, നീയല്ലേ ചെയ്തത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ കുളിച്ചിട്ട് വാ എന്ന് ഈച്ച പൂച്ചയോട് പറഞ്ഞു. ഈ പൂച്ച ചെന്ന് കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ച് കുറേ താമസിച്ചു. അപ്പം നമ്മുടെ ഈച്ച വിചാരിച്ചു, എന്താ ഇവൻ വരാത്തത്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ, ആ, എന്താ സ്വാദായിരിക്കും ഈ കഞ്ഞി, ഒന്ന് കുടിച്ചാലോ? വേണ്ട, അവൻ വന്നിട്ട് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്നു. കുറേ നോക്കിയിട്ടും നമ്മുടെ പൂച്ചയെ കാണാനില്ല. എന്താ ഇവൻ വരാത്തത്, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് ആ കലത്തിനകത്തേക്ക് ഇങ്ങനെ ഒരു ചോറെടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെന്ന് തൊട്ടതും എന്ത് ചെയ്തു, ഇതിൻ്റെ ആവിയടിച്ച് നമ്മുടെ ഈച്ച അതിൽ വീണുപോയി. നമ്മുടെ പൂച്ച കുളി കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈച്ചക്കുട്ടാ, ഈച്ചക്കുട്ടാ, നീ എവിടെയാ, ഓടി വന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവനും നോക്കി. പക്ഷേ നമ്മുടെ ഈച്ചയെ കാണാനില്ല. ഇവന് കഞ്ഞി കുടിക്കാതെ ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, ഞാനിപ്പോൾ വരും, നീ ഒരിടത്ത് തന്നെ ഇരിക്കണം, കഞ്ഞിയുടെ അടുത്തൊന്നും പോവരുത്, പിന്നെ ഇവ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് എന്തായാലും കഞ്ഞിക്കലം വാങ്ങി താഴെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് കഞ്ഞിക്കലം വാങ്ങാൻ വേണ്ടി നോക്കിയതും ഈച്ച അതിനകത്ത്. അയ്യോ, നമ്മുടെ പൂച്ച വല്ലാതെ സങ്കടപ്പെട്ടു. എൻ്റെ പൊന്നു സുഹൃത്തേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ വന്നതിന് ശേഷം നീ കഞ്ഞിയുടെ അടുത്തോട്ട് പോയാൽ മതി എന്ന്, നിനക്ക് ചൂടടിക്കാൻ പറ്റില്ല എന്ന് അറിയാൻ പാടില്ലായിരുന്നോ? ഇത് എടുത്തിട്ട് വളരെ സങ്കടപ്പെട്ടു. അവൻ കഞ്ഞിയും കുടിച്ചില്ല. ഈച്ചയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവനും കഞ്ഞി കുടിച്ചില്ല, പാവം. എന്നിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്നു. എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി ഈച്ച പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്നു.
ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ലേ? കുറച്ച് ക്ഷമയുണ്ടായിരുന്നെങ്കിൽ ഇത് പറ്റുമായിരുന്നോ? ഇല്ല അല്ലേ? അപ്പം എല്ലാ കാര്യത്തിനും നമുക്ക് ക്ഷമ വേണമെന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക്